നമസ്കാരം. നമ്മുടെ രാജ്യത്ത് നൂതനമായ പല കണ്ടുപിടുത്തങ്ങളും ചില നിർമ്മിതികളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലേറിയ പങ്കും വരുന്നത് നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല. ഹൈഡ്രജൻ ട്രെയിൻ പോലെ, അല്ലെങ്കിൽ തുടക്കം പറയുകയാണെങ്കിൽ വന്ദേ ഭാരത് ട്രെയിൻ, നമോ ഭാരത് ട്രെയിനുകൾ, ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ, ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ പുതിയൊരു അവതാരപ്പിറവി കൂടി ഉണ്ടാക്കിയേക്കാണ്. അത് സോളാർ ട്രെയിനാണ്. ഇപ്പോൾ സോളാർ ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പൂർണ്ണമായി സൗരോർജ്ജത്തിൽ ഓടുന്ന ട്രെയിൻ ആണെന്ന് കരുതരുത്. അപ്പോൾ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. സംഗതി പ്രയാഗ്രാജ് സോളാർ ട്രെയിൻ പദ്ധതി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പരിസ്ഥിതി സൗഹൃദ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ പ്രയാഗ്രാജ് ഡിവിഷൻ നടപ്പിലാക്കിയ ഒരു പുതിയ പൈലറ്റ് പ്രൊജക്റ്റാണ്. സൂചന മാത്രം. അപ്പോൾ ഇതിന് ശേഷം പിന്നാലെ നിരവധിയായിട്ടുള്ള ട്രെയിനുകൾ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എന്താണ് ഈ സോളാർ ട്രെയിൻ എന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ട്രെയിൻ ഓടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആക്സിൽ സംവിധാനത്തിന് പകരം സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പഴയ ICF കോച്ചുകളുണ്ടല്ലോ, നമ്മുടെ ഈ പഴയ പാസഞ്ചർ ട്രെയിനുകളുടെ കാര്യം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പോഴുള്ള LHB ട്രെയിനുകളുടെ കാര്യമല്ല പറയുന്നത്. പഴയ മോഡൽ ട്രെയിനുകൾ അത് ഓടുന്നതിനിടയിൽ തന്നെ അതിലുള്ള ആക്സിലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ജനറേറ്റർ സംവിധാനം വഴി ആണ് വൈദ്യുതി, അതായത് അതിൻ്റെ വീല് കറങ്ങുന്നതിനോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ആ രീതിയിലായിരുന്നു ട്രെയിനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോച്ചുകളുടെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനലുകൾ വഴി ആണ് ഇത്തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പൈലറ്റ് പ്രൊജക്റ്റാണ്. ആ പൈലറ്റ് പ്രൊജക്റ്റ് വ്യത്യസ്ത കാലാവസ്ഥകളിലും ഭൂപ്രകൃതികളിലും ഈ പരീക്ഷണാത്മക പ്രൊജക്റ്റിൻ്റെ വിജയം വിലയിരുത്തിയ ശേഷം രാജ്യം മുഴുവനുമുള്ള എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. അപ്പോൾ വിശദമായി പറഞ്ഞു തരാം. ഓരോ കോച്ചിന് മുകളിലും ഒരു 70 kW, അതായത് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകൾ ഘടിപ്പിച്ചിരിക്കും. ഇപ്പോൾ പകൽ സമയത്ത് ഈ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ വൈദ്യുതി ഒരു ബാറ്ററി ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ശേഖരിക്കുകയും ചെയ്യും. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ആ കോച്ചുകളിലുള്ള ഫാന്, ലൈറ്റ്, ചാർജിങ് പോയിന്റുകൾ ഇതെല്ലാം വർക്ക് ചെയ്യും. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ICF കോച്ചുകൾ, നമ്മുടെ പഴയ മോഡൽ ട്രെയിനുകളുണ്ടല്ലോ, അതിൻ്റെ ചക്രങ്ങളുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ആക്സിൽ ഡ്രിവർ ആൾട്ടർനേറ്റർ എന്നൊരു സംഗതിയുണ്ട്. അതായത് ഒരു സാധാരണ ജനറേറ്റർ, ഡൈനാമോ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതുവഴിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സോളാർ പാനലുകൾ വന്നതോടെ എഞ്ചിനിൽ നിന്നുള്ള മെക്കാനിക്കൽ ലോഡ് കുറഞ്ഞു. ആ ജനറേറ്റർ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ ചക്രങ്ങൾക്ക് അത് കുറയുകയും അതുവഴി എന്ത് സംഭവിക്കും? ഇന്ധനക്ഷമത വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ സോളാർ പാനലുകൾ ഘടിപ്പിച്ച കോച്ചിലൂടെ, അല്ലെങ്കിൽ ഇത്തരം ഒരു കോച്ച് ഒരു വർഷം ഇത്തരത്തിൽ 21,000 ലിറ്റർ ഡീസൽ ലാഭിക്കും എന്നുള്ളതാണ് നിലവിലെ അനുമാനം. അപ്പോൾ ഒരു കോച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ ഒരു വർഷം എത്ര ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ട്രെയിൻ സ്റ്റേഷനുകൾ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് പോലും, വണ്ടി ഓടുമ്പോൾ മാത്രമല്ല, നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അതിങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സോളാർ കോച്ച് ഉപയോഗിക്കുന്നതിലൂടെ പ്രതിവർഷം അന്തരീക്ഷത്തിൽ കുറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഏകദേശം 500 മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് തുല്യമാണ്. അത്രയും ഡീസൽ ലാഭിക്കുന്നതിൻ്റെ അനുപാതത്തിലാണ് ഈ പറയുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ പരിപാടിയല്ല. 2017 ജൂലൈ 14 ഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹരിയാനയിലെ ഫറൂഖ് നഗറിലേക്കായിരുന്നു ആദ്യത്തെ ഒരു സോളാർ ട്രെയിൻ ഓടിയത്. അതൊരു പരീക്ഷണ പ്രൊജക്റ്റ് മുമ്പേ നടത്തിയിരുന്നു. അന്നൊരു ഡീസൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ പദ്ധതി 2017 തുടങ്ങിയതെങ്കിൽ അതത്ര ഫലപ്രദമായി വിജയിച്ചില്ല. അതിൻ്റെ ചില കാരണങ്ങളുണ്ട്, അതുകൂടി പറയാം. ട്രെയിനിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകൾക്ക് ട്രെയിൻ മുന്നോട്ട് ഓടിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. അതിപ്പോഴും ഇല്ല കേട്ടോ. ഒരു എഞ്ചിൻ പഴയ മോഡലിൽ തന്നെ ഒന്നെങ്കിൽ ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനോ തന്നെ വേണം. അത് ഒരു ന്യൂനതയായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ അവയ്ക്ക് കോച്ചുകളിലെ ലൈറ്റുകളും ഫാനുകളും മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. AC പോലെയുള്ള അത്യാവശ്യം വൈദ്യുതി കൂടുതൽ വേണ്ട സംവിധാനങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അന്ന് സ്ഥാപിച്ച സോളാർ പാനലുകൾക്ക് സാധിച്ചില്ല. കൂടാതെ ഇന്ത്യയിലെ കടുത്ത ചൂടും പുകമഞ്ഞും ട്രെയിനിന് മുകളിലെ സോളാർ പാനലുകളുടെ കാര്യക്ഷമതയെ വലിയ തോതിൽ കുറച്ചു. അതോടൊപ്പം
ട്രെയിനുകൾ ഓടുമ്പോൾ അന്തരീക്ഷത്തിലെ കരിയും പൊടിയും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡീസൽ എഞ്ചിനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കരിയും പൊടിയും ഉണ്ടായില്ലേ അത്ഭുതമുള്ളൂ. അത് ഈ സോളാർ പാനലുകളിൽ അടിഞ്ഞുകൂടി അതിൻ്റെ കൃത്യമായി പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ ക്ഷമതയെയും കാര്യമായി ബാധിക്കുകയുണ്ടായി. അതുകൂടാതെ ട്രെയിനുകൾ വേഗത്തിൽ ഓടുമ്പോൾ ശക്തമായ വൈബ്രേഷൻ ഉണ്ടാകുമല്ലോ. കൂടാതെ ഇത് കാറ്റിന് എതിരായിട്ടാണ് ഇത്, അല്ലെങ്കിൽ കാറ്റ് വലിയ ശക്തിയിൽ കാറ്റ് വന്ന് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് 2017 ഈ ഘടിപ്പിച്ച പദ്ധതി അല്ലെങ്കിൽ ഈ പദ്ധതി പൂർണ്ണ വിജയമായില്ല എന്ന് പറയേണ്ടി വരും. കൂടാതെ അന്നത്തെ സ്ഥാപിച്ച സോളാർ പാനലുകൾക്ക് അത്യാവശ്യം ഭാരവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നിരവധിയായ കേടുപാടുകൾ സംഭവിക്കുകയും അറ്റകുറ്റപ്പണികൾ വർദ്ധിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ ഇന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അന്നുണ്ടായ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോഴത്തെ പദ്ധതിയിൽ ഭാരം കുറഞ്ഞതും കുലുക്കങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ പുതിയ ഫ്ലെക്സിബിൾ ആൻഡ് റിമൂവബിൾ സോളാർ പാനലുകളാണ് ഇപ്പോൾ പ്രയാഗ്രാജ് ഡിവിഷനിലെ കോച്ചുകളിൽ ഉപയോഗിക്കുന്നത്. നിലവിൽ രാജ്യത്തെ 950-ലധികം സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ സോളാർ ഊർജ്ജത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനുകൾ സോളാർ ഊർജ്ജത്തിലേക്ക് മാറ്റുന്നു എന്നതിനേക്കാൾ റെയിൽവേ സംബന്ധിച്ച് ലാഭകരവും അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് റെയിൽവേ സ്റ്റേഷനുകൾ സോളാർ പാനൽ അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യുതി ചെലവുകൾ സോളാർ പാനലിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഈ ഓടുന്ന ട്രെയിനുകൾ എന്ന് പറയുമ്പോൾ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നഷ്ടസാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ മോഡൽ ട്രെയിനുകളിലാണ് ഇത് പരീക്ഷിക്കുന്നതെങ്കിലും ഈ പുതിയ മോഡൽ ട്രെയിനുകളുണ്ടല്ലോ, LHB ട്രെയിനുകൾ എന്നാണ് പറയുക. മനസ്സിലാക്കാൻ എളുപ്പത്തിന് അതിൻ്റെ നിറം കണ്ടാൽ മനസ്സിലാകും. ഒരു സിൽവർ കളറും ചുവപ്പ് കളറും ചേർന്ന ട്രെയിനുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാകും. കൂടാതെ അതിലെ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഒരു ജനറേറ്റർ ഒന്നെങ്കിൽ മുന്നിലോ പിന്നിലോ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരം ട്രെയിനുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ ട്രെയിനുകളിലും വൈകാതെ അതിൻ്റെ മുകളിൽ ഇത്തരം സോളാർ പാനലുകൾ സ്ഥാപിക്കാനായിട്ടുള്ള പദ്ധതി റെയിൽവേ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം LHB ട്രെയിനുകളുടെ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് അതിന് വൈദ്യുതി നൽകാൻ വേണ്ടി ഒരു ജനറേറ്റർ വേണ്ടി വരും. പക്ഷേ ഈ ജനറേറ്റർ ഡീസൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയ ഇന്ധന നഷ്ടം റെയിൽവേക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാനായിട്ട് ഈ പുതിയ സാങ്കേതിക വിദ്യ സഹായകരമാകും എന്നുള്ളതാണ് വിലയിരുത്തൽ. കഴിഞ്ഞിട്ടില്ല. 2025 സുപ്രധാനമായ ഒരു പദ്ധതിയും കൂടി റെയിൽവേ ഈ സോളാറുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിരുന്നു. ഒരു വിദേശ രാജ്യത്തിൽ, സ്വിറ്റ്സർലൻഡിനാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ റെയിൽവേ ട്രാക്കുകളുണ്ടല്ലോ, അതിൻ്റെ മധ്യത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുക. അപ്പോൾ ആ രീതിയിൽ ആ മാതൃക പിന്തുടർന്ന് നമ്മുടെ വാരാണസിയിൽ ഇതേപോലെ സോളാർ പാനലുകൾ ഏതാണ്ട് 28ഓളം സോളാർ പാനലുകൾ റെയിൽവേ പാളത്തിൽ സ്ഥാപിക്കുകയും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായൊരു സംശയം തോന്നാം, പാളത്തിൻ്റെ നടുക്ക് സോളാർ പാനലുകൾ വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനോ വൃത്തികേടാകാനോ സാധ്യതയുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിലെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലെയും പരീക്ഷണം പൂർണ്ണ വിജയകരമായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. കൂടാതെ ആ സോളാർ പാനലുകളിൽ പൊടിയോ മറ്റു മാലിന്യങ്ങളോ അടിഞ്ഞു കൂടിയാൽ തന്നെ ട്രെയിനുകൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ കാറ്റ് അത് സ്വയം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഏകകമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു മാർഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ ആ രീതിയിലുള്ള പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാർബൺ ബഹിർഗമനം പരമാവധി ലഘൂകരിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത നയം നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പോൾ കാർബൺ ബഹിർഗമനം അല്ലെങ്കിൽ കാർബൺ മാലിന്യം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തെ റെയിൽവേക്ക് ഒരു വലിയ പങ്കുണ്ട്. പക്ഷേ അതൊരു പരിധി വരെ നമ്മൾ വലിയൊരളവിൽ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ റെയിൽവേ ലൈനുകൾ ഏതാണ്ട് 100%, ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, പൂർണ്ണമായ വൈദ്യുതീകരണം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പഴയ മോഡൽ ഡീസൽ എഞ്ചിനുകൾ ഇപ്പോൾ വളരെ അപൂർവ കാഴ്ചകളായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഈ വൈദ്യുതി ഉൽപ്പാദനം അല്ലെങ്കിൽ വൈദ്യുതി അതും സോളാർ മേഖലയിലേക്ക് തിരിയുന്നതിലൂടെ വലിയ മുന്നേറ്റമാണ് ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.